നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ ചെയ്യുന്ന വീഡിയോകളിലെ എല്ലാ വീഡിയോകളും തന്നെ നമ്മൾ പലരും നമുക്ക് കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ട വീഡിയോ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങനത്തെ ഒരു വീഡിയോ തന്നെയാണ്. ആഫ്റ്റർ 50 വർക്കൗട്ട്, ഹോം വർക്കൗട്ട്. 50 കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഹോം വർക്കൗട്ട്. ഞാൻ ഇതിനു മുമ്പ് 2-3 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും തീർച്ചയായിട്ടും അതിൽ നിന്ന് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീടുകളിൽ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ആംസ് ഇതാ 1, 2, അങ്ങനെ നമ്മൾ 2 ആംസും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഹാൻഡ് പിടിക്കുക, വേണ്ട നൈസായിട്ട് തിരിച്ചു കൊടുക്കുക. റിവേഴ്സ് വൈസ് ക്ലോക്ക് വൈസിൽ തിരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പതുക്കെ കയ്യൊന്ന് നിൽക്കുക, അങ്ങോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. പതുക്കെ കൈ വെക്കുക, ഇങ്ങോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ബോഡി ഒന്ന് നേരെ നിൽക്കുക, കാലൊന്ന് വഴിയുക. വഴിയതിനു ശേഷം 2, 3, 4. ബോഡി നന്നായിട്ട് വലിയുന്ന രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് 1, 2, 3, 4 ചെയ്യുക. പിന്നെ കാല് കുറച്ചൊന്ന് വൈഡ് ചെയ്ത് വെക്കുക. നിലത്ത് വരെ മുട്ടിക്കണമെന്നില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 1, 2, 3, 4, 5, 6. ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വ്യായാമം ചെയ്യുന്നതിന് മുമ്പും കുറച്ച് സ്ട്രെച്ചിങ്ങൾ നിർബന്ധമാണ്. നമ്മുടെ ലെഗ് ഒന്ന് മടക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്. വീട്ടിൽ എല്ലാവരും മോപ്പിൻ്റെ സ്റ്റിക്കൊക്കെ എല്ലാ വീടുകളിലും കാണും. അപ്പോൾ ഒരു സ്റ്റിക്ക് എടുക്കുക, ഇതുപോലെ സ്റ്റിക്ക് എടുക്കുക. ഇതെടുത്ത് തോളത്ത് വെക്കുക. തോളത്ത് വെച്ചതിന് ശേഷം ലെഗ് ഒന്ന് അകത്ത് പിടിക്കുക. പിടിച്ചിട്ട് ജസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അതേപോലെ തന്നെ സൈഡിലോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മൾ വീടുകളിൽ നടക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ടാവും. നടപ്പ് വളരെ നല്ലതാണ്. നടപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് വ്യായാമം കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഫുൾ ബോഡി എഫക്റ്റ് കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ, നമ്മളതാണ് ആംസ് നേരെ പിടിക്കുക. അതിങ്ങനെ പിടിച്ചാലും മതി. പിടിച്ചതിന് ശേഷം ഒരുപാട് ഇരിക്കണമെന്നില്ല, നേരെ നിന്നിട്ട് ഇവിടെ അത് കുഴിച്ച് പിടിക്കുക. കുഴിച്ച് പിടിച്ചതിന് ശേഷം ഷോൾഡർ വൈഡിൽ കാല് വെക്കുക. കാല് വെച്ചതിന് ശേഷം 1, 2, 3, 4, 5. ഇത് സിറ്റപ്പ് എന്ന് പറയും. നമ്മൾ ഫ്രീ ഹാൻഡിൽ ചെയ്യാം. ഫ്രീ ഹാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലെഗിനൊക്കെ നല്ലൊരു വർക്കൗട്ടും കാണുന്നത്. ഇത് ചെയ്യാൻ ശ്രമിക്കുക. കാലിന് വേദനയുള്ളവരൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും കാൽമുട്ടിന് സപ്പോർട്ട് ഇടുക. ഈ സപ്പോർട്ടർ മേടിക്കാൻ കിട്ടും. തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രീ ഹാൻഡിൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 2 ഡംബിൾസ് ഓൺലൈനിലുമാണ്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് വർക്കൗട്ടിൽ നമുക്ക് ഡംബിൾസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ 2 ഡംബിൾസ് മേടിക്കുക. ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യാം. നേരെ നിൽക്കുക. നേരെ നിന്നതിന് ശേഷം ഈ ഡംബിൾസ് ഇങ്ങനെ പിടിച്ചാലും മതി. ജസ്റ്റ് ഷോൾഡർ അവിടെ പിടിച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് ഇരിക്കുക. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന അതേ പൊസിഷൻ, ഷോൾഡർ വൈഡിൽ കാല് വെക്കുക. ഇവിടെ ഒന്ന് പിടിച്ച് വെക്കുക. അതിനുശേഷം 1, 2, 3, 4, 5. അത് 10 ചെയ്യാം. 10 ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ. 1 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. 10x3 അല്ലെങ്കിൽ 15x3 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വൺ
നമ്മൾ ഡംബിൾസ് എടുത്തു, ബോഡി ഒന്ന് ചെറുതായിട്ട് ഇവിടെ കുടിച്ചിട്ട് ഒന്ന് ചരിച്ച് പിടിക്കുക, കൈ രണ്ട് ഫ്രണ്ടിലോട്ട് പിടിക്കുക. എന്താ നേരെ നേരെ പിടിച്ചതിന് ശേഷം എന്താ സൈഡിലോട്ട് 1 2 3 4. ഇത് ചെയ്യുന്ന സമയത്ത് നടു കുഴിക്കുന്ന കൊണ്ട് തന്നെ കാലിൻ്റെ മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നു. ഡംബിൾസ് നിൽക്കുന്നു 1 2 3 4 5 6 7 8 9 10. ഇത് നമ്മുടെ ബാക്ക് മസിൽസ് ഒക്കെ സ്ട്രോങ് ആക്കാനും നമ്മുടെ ബാറ്റുകൾ കുറേ പോകാനും നല്ലൊരു വർക്കൗട്ടാണ്. ഇത് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇനി നമ്മൾ 2 ഡംബിൾസ് എടുക്കുക. ഡംബിൾസ് എടുത്തതിന് ശേഷം നമ്മുടെ കൈക്ക് വളരെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും കൈക്ക് ബലക്കുറവ് വരും, മസിൽ ലോസ് വരും. അപ്പോൾ അത് നിൽക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ഇത് പിടിച്ചിർത്താൻ പറ്റുള്ളൂ. മസിൽ ലോസ് വരുന്നതോടെ നമുക്ക് ഹെൽത്ത് വീക്കായി കൊണ്ടിരിക്കും. മസിൽ ലോസ് വരാതെ നമ്മൾ ശ്രമിക്കുക. 2 ഡംബിൾസ് പിടിക്കുക. പിടിച്ചതിന് ശേഷം എന്താ നേരെ ഒരുമിച്ച് 1 2 3 4 5 ഒരുമിച്ച് ചെയ്താൽ എന്താ 6. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡംബിൾസ് ഇതാ ഇങ്ങനെ എടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഫ്രീ ആക്കി വിടരുത്. അത് പിടിച്ച് തന്നെ ഇറക്കണം. 1 2 3 4 5 നമ്മൾ പിടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. ഇത് ചെയ്യാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡംബിൾസ് ഇപ്പം ഞാൻ കാണിച്ച ആ വർക്കൗട്ടും 10x3 അല്ലെങ്കിൽ 15x3 3 സെറ്റ് വേണം റിപ്പീറ്റേഷൻ ചെയ്യുക. റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതി, ഒറ്റയടിക്ക് ചെയ്യണ്ട. അതിന് ശേഷം എന്താ ഒരു ഡംബിൾസ് എടുക്കുക. ഡംബിൾസ് എടുത്തതിന് ശേഷം നമ്മൾ കൈ തലയുടെ ബാക്കിലോട്ട് മുട്ടിക്കുക. പിടിച്ചതിന് ശേഷം എന്താ 1 2 3 4 5 6 7 8 9 10. നല്ലോണം നിവർത്തി ചെയ്യുക. അത് നമ്മുടെ കൈയുടെ ബാക്ക് മസിൽസിനുള്ള എക്സസൈസ് ആണ്. 1 2 3 4 5 6 7 8 9 10. ഇത് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ആംസിനുള്ള വർക്കൗട്ടായി, നമ്മൾ ലെഗിനുള്ള വർക്കൗട്ട് കാണിച്ചു തന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ആണ് ഷോൾഡറിനുള്ള വർക്ക്. പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ട് കൂടിയാണ്. ഡംബിൾസ് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം 1 അതായത് ഡംബിൾസ് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം മുകളിലോട്ട് പോകുമ്പോൾ തിരിച്ചു കൊടുക്കുക. 1 2 3 4 പിടിക്കുക. മുകളിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിക്കുക കേട്ടോ. തിരിച്ചിട്ട് അങ്ങനെ തന്നെ വരും. 6 7 8 9 10. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ ഭാഗങ്ങൾ നല്ല സ്ട്രോങ് ആയി കിട്ടും. നമുക്ക് അവിടെയുള്ള തേയ്മാനത്തിൻ്റെ കളവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും വ്യായാമം ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ടാണ് എല്ലാ പാർട്സിനും ബോഡി പാർട്സിനുള്ള വ്യായാമം നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഷോൾഡറായി. ഇനി ചെസ്റ്റിന് നമുക്ക് ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. പക്ഷെ നമുക്ക് വീടുകളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഡംബിൾസ് നേരെ പിടിക്കുക. പിടിച്ചതിന് ശേഷം കയ്യിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് എൽബോട്ടോടെ ബെൻഡ് ചെയ്യുക. നേരെ നിന്നിട്ട് 1 2 3 4 5 6 7 8 9 10. ചെസ്റ്റിന് ചെയ്യുക. പിന്നെ അത് തന്നെ ഒരു ഡംബിൾസ് എടുത്തിട്ട് നമ്മൾ പിടിക്കുക. ഒരു കൈ ഇവിടെ വെച്ചാലും കുഴപ്പമില്ല. അതാ പതുക്കെ ചരിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. അടുത്ത കൈ ഉണ്ട്. പറയാം 1 2 3 4 5
6, 7, 8, 9, 10. നമ്മൾ ഏത് വ്യായാമം ചെയ്യുമ്പോഴും നിങ്ങൾ തുടക്കക്കാരായിരിക്കും, ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യാത്തവരായിരിക്കും, ചെറിയ ബോഡി പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇട്ടിട്ട് പോകരുത്. ഒരു ദിവസം ചെയ്ത് നമ്മൾ പിറ്റേ ദിവസം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബോഡി ഒരുപാട് സെറ്റായി കിട്ടും. ഒരിക്കലും വർക്കൗട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാതിരിക്കുക. ഇത് ചെയ്യാം. പിന്നെ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ലേഡീസും ജെൻസും എല്ലാവർക്കും ചെയ്യണം. വ്യായാമം എല്ലാ മനുഷ്യനും ആവശ്യമാണ്. എല്ലാ മനുഷ്യനും ഒരു വയസ്സ് കഴിയുമ്പോൾ മസിൽ ലോസ് വരും, ഹെൽത്ത് വീക്കാവും. അതില്ലാതിരിക്കണമെങ്കിൽ വ്യായാമത്തോടെ മാത്രമേ പറ്റുള്ളൂ. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട തീർച്ചയായിട്ടും വെയ്റ്റ് ട്രെയിനിങ്ങിന് തന്നെയാണ്. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാതെ നമ്മൾ കാർഡിയോ എക്സസൈസ്, കൂടുതൽ ഓടുക, കൂടുതൽ ചാടുക, അല്ലെങ്കിൽ കൂടുതൽ നടക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിൽ ലോസ് വരും. ലോകത്തുള്ള എല്ലാ അത്ലറ്റുകളും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓട്ടക്കാരും ഫുട്ബോൾ പ്ലേയേഴ്സും എല്ലാം വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. മസിൽ ലോസ് വരാതിരിക്കാനാണ്. അതുകൂടി അറിയിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് അബ്ഡോമൻ. അബ്ഡോമന് നിങ്ങൾക്ക് ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറയുന്നത് പ്ലാങ്ക് എക്സസൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഈ കൂട്ടത്തിൽ പുഷപ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിനൊരു എളുപ്പവഴിയൂടെ കാണിച്ചു തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം പ്ലാങ്ക് എക്സസൈസ്. ഇതാ പുഷപ്പ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് മുക്കൂത്തി നിൽക്കുക. എന്നതിന് ശേഷം ഹാൻഡ്സ് വെക്കുക. വെച്ചിട്ട് മുട്ട അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിന് ശേഷം അപ്പർ ബോഡി മാത്രം 1, 2, 3 ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡിന് പവർ കൂടും. അതിനുശേഷം കാല് നിർത്തിയിട്ട് 1, 2 ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നേരെ കാണിച്ചാൽ മുട്ട് കുത്തുക, കൈ ചെസ്റ്റ് ലെവൽ വൈഡ് വെക്കുക. വെച്ചതിന് ശേഷം 1, 2, 3 ചെയ്യുക. ഇത് നമുക്ക് അബ്ഡോമിൻ കോർ മസിൽസിനുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എക്സസൈസാണ് പ്ലാങ്ക് എക്സസൈസ്. ചെയ്യുമ്പോൾ കൈ നേരെ വെക്കുക. ശേഷം എൽബോ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം കാലുകൾ നിൽക്കുക. ബ്രീത്ത് പിടിക്കാം. ഒരു 30 സെക്കൻഡിന് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അപ്പർ ബോഡി കൊടുക്കുക, ലോവർ കുറച്ച് താഴ്ത്തി പിടിക്കുക. ഇങ്ങനെ നമ്മളൊരു 30 സെക്കൻഡ് നിന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. കിതപ്പ് മാറിയ ശേഷം ഒന്നുകൂടെ ചെയ്യാം. ബ്രീത്ത് പിടിക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി അബ്ഡോമിനൽ മസിൽസ് അകത്തോട്ട് വലിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കോർ മസിൽസ് ടൈറ്റായി കിട്ടും. ഇതൊക്കെ നമുക്ക് റെഗുലറായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നമുക്കൊരു ഏജ് കഴിയുമ്പോൾ വരുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ പിടിച്ചിരുത്താൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യായാമം ചെയ്യുന്ന എല്ലാവരും കൃത്യമായ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാതിരിക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ 1 മണിക്കൂറിലേക്ക് കഴിഞ്ഞ ശേഷം മാത്രം വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. ഉറങ്ങുക. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. വ്യായാമം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നല്ല ഫിറ്റായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം, ബൈ ബൈ.